ഇതാണ് മഞ്ജുനാട്. വഞ്ചിനാടോ? അത് ട്രെയിനല്ലേ? വഞ്ചിനാടല്ല, മഞ്ജുനാട്. ഈ നാടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മഞ്ജു വാര്യർ സിനിമയിൽ ചെയ്ത ഒട്ടുമിക്ക കഥാപാത്രങ്ങളും അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരുമായി സാമ്യമുണ്ട്. മനസ്സിലായില്ല. ഓ, മനസ്സിലായ കാര്യം മനസ്സിലാവാതെ പോയാ മനസ്സിലായ കാര്യം കൂടെ മനസ്സിലാവാതെ വരും. മനസ്സിലായോ? മനസ്സിലായി. സോങ്ങിന് റൈറ്റ്സ് ഇല്ലല്ലേ? അതെങ്ങനെ മനസ്സിലായി? വേട്ടയന്റെ പാട്ട് വേട്ടാവളിനെ പോലെ ചുമ്മാ നടന്ന് ചാടണ്ടപ്പോ മനസ്സിലായി. സാറിന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളതല്ലേ, പിന്നെ എന്തിനു സാറേ ഈ മഞ്ജുനാട്ടിൽ സ്ഥലം വാങ്ങണത്? എന്തിനാണെന്നോ, എന്നും എപ്പോഴും കണ്ണെഴുതി പൊട്ടും തൊട്ട് ലളിതം സുന്ദരമായി നിൽക്കുന്ന എന്റെ ആയിഷയ്ക്ക്, എന്റെ ആമിക്ക്. മാമിക്കോ? മാമിക്കല്ല, എന്റെ ആമിക്ക് ഒരു തൂവൽ കൊട്ടാരം പോലത്തെ കളിവീട് സമ്മാനം കൊടുത്ത് ദില്ലിവാല രാജകുമാരനെ പോലെ എന്റെ പ്രണയവർണ്ണങ്ങൾ അവളെ അറിയിക്കണം. സാറേ ഇരട്ട കുട്ടികളുടെ അച്ഛനാണ്? അതെ, റാണി പത്മിനി. എങ്ങനെ മനസ്സിലായി? മഞ്ജു ചേച്ചിയുടെ സിനിമകളുടെ പേരുകൾ വെച്ച് അലക്കുന്നുണ്ടപ്പോ മനസ്സിലായി. നിന്റെ കളിയാട്ടം ഒത്തിരി കൂടുന്നുണ്ടേ. സാറ് എന്നെ പോലെ തന്നെ മഞ്ജു ചേച്ചിയുടെ ഫാൻ ആണല്ലേ? അതെ, ആരാടാ മഞ്ജു ചേച്ചിയുടെ ഫാൻ അല്ലാത്തത്? അങ്ങനെയാണെങ്കിൽ സാർ ഇവിടുന്ന് സ്ഥലം മേടിക്കുന്നതാണ് നല്ലത്. സുവി സുവന്നല സുവന്നലാല സുവാനി പാടരമ്മ രാമലാല ആസു. സുഭാഷ് ആണോ? പറഞ്ഞോ. സാറ് സ്ഥലം എങ്ങനെ ഉണ്ടോ നോക്കിയോ, ഞാൻ ഇപ്പൊ വരാം. ആരാ ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനിവിടെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നതാ. സ്ഥലം മേടിക്കാൻ വരാൻ ഇത് പൊതുവഴിയല്ല. നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? സത്യം, ആ ശ്രീത്വം വിളമ്പുന്ന മുഖം, വാക്കിലും നോക്കിലും അനുഭവപ്പെടുന്ന ആ ദൈവീക ഭാവം. അതെ, ഇതൊക്കെ എന്നോടല്ലേ പറയേണ്ടത്, അങ്ങോട്ടല്ലല്ലോ. അയ്യടാ, ഇത്ര നല്ല പഞ്ച് ഡയലോഗേ അവിടെ പറയാതെ ഇവിടെ പറയണമെങ്കിലേ കാണുന്ന വല്ല കണ്ണുപൊട്ടണമായിരിക്കണം. അയ്യേ, ഇതൊരുമാതിരി കടയുടെ ഷട്ടറിൽ മഞ്ജു വാര്യരുടെ പടം വരച്ചു വെച്ചിരിക്കും പോലത്തെ ഒരു കോലത്തെ അടിച്ചുതളിക്കാരിയാ. അടിച്ചെളിക്കാരി കൊല്ലത്ത് തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, ഈ സ്ഥലം മേടിക്കാൻ വന്ന എമ്പുരാൻ. എമ്പുരാനോ? തമ്പുരാനല്ലേ? അതെ, ഇപ്പോ എമ്പുരാനാണ് ട്രെൻഡ്. അതുകൊണ്ട് 6-ാം തെമ്പുരാൻ. കണ്ടാലും പറയും ഒരെമ്പുരാൻ. എന്തെല്ലാം കേക്കണം. മൂർത്തിയെക്കാളും വലിയ പ്രതിഷ്ഠയുള്ള കാലാ. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് പെണ്ണെന്നൊരു പേരും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കുറുമ്പി. ശംഭോ മഹാദേവാന്ന്. സാറേ എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലത്തിന്റെ കാര്യം അവിടെ നിക്കട്ടെ. ഏതാ കുട്ടി? ഓ അതോ, അത് നമ്മുടെ ഉണ്ണിമായ ആണോ? ആ കുട്ടിയുടെ ഫാമിലിയൊക്കെയോ? എന്റെ സാറേ, ആ കുട്ടിയുടെ അച്ഛൻ ഹാർമോണിയെ പെട്ടി വിൽക്കാൻ വേണ്ടി കൊണ്ടുവരും. കഷ്ടകാലത്തിന് വാങ്ങിച്ചേക്കല്ലേ. അതെന്താടോ? പിന്നെ ആ കുട്ടി അത് മേടിക്കാൻ വന്നു കഴിഞ്ഞാ സാർ ഗോളിയാറിൽ പാട്ട് പഠിക്കാൻ പോയതിന്റെയും സിംഹത്തിന്റെ വായിൽ മണ്ണ് വാരിട്ട കഥയെല്ലാം പറഞ്ഞ് ഊപ്പാട് വരും. വേണ്ട, ഞാനൊന്നും കൊടുക്കുന്നുമില്ല, ഞാനൊന്നും വാങ്ങുന്നുമില്ല. അപ്പൊ സ്ഥലം വേണ്ടേ? സ്ഥലം വേണം. എടോ, ഈ മണ്ണ് കൃഷിക്കൊക്കെ പറ്റുമോ? പറ്റുമെന്നോ? ഇവിടത്തെ മണ്ണെന്ന് പറഞ്ഞ പൊന്നു വിളയുന്ന മണ്ണ. ശുദ്ധമായ ജൈവ കൃഷി ചെയ്ത പച്ചക്കറി കഴിച്ച് ജീവിക്കാം. ശുദ്ധമായ പച്ചക്കറിയോ? അതെവിടെന്ന്? നമ്മുടെ നിരുപമ രാജീവിന്റെ പച്ചക്കറി തോട്ടത്തിന്ന്. കണ്ടോ സാറേ, നല്ല ശുദ്ധമായ പച്ചക്കറി. ഇതൊക്കെ നിങ്ങളുടെ തോട്ടത്തിലെ പച്ചക്കറികളാണോ? ഒരു ബാൽക്കണി, ഒരു ടെറസ്, അല്ലെങ്കിൽ അരസെന്റ് ഭൂമി മതി ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക്. അത് ധാരാളം. ആർക്കും സാധിക്കും. ഒരിക്കലും കഴിയില്ലെന്ന് കരുതിയിരുന്ന ഞാൻ ഇന്നേക്ക് 7-ാം ദിവസം 2500 പേർക്കുള്ള സദ്യക്കുള്ള വിഭവങ്ങൾ നൽകാൻ പോകുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഒരു വീടോ ഒരു ഫ്ലാറ്റോ ഒരു സ്ഥാപനമോ എന്ത് നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലം അവിടെ ഉണ്ടാവട്ടെ. നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് നമ്മുടെ കുട്ടികൾക്കുള്ള ആഹാരം. അതെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നാളെ ഞാൻ പ്രസിഡന്റിനെ കാണാൻ പോവാട്ടോ. ഇന്ത്യൻ പ്രസിഡന്റിനെയോ?
നിരുപമേ ദാ ഇതിരിക്കട്ടെ. ഇതെന്താ? പ്രസിഡന്റിന്റെ മുമ്പിൽ തല ഇറങ്ങി വീഴാതിരിക്കാനുള്ള ഗുളിയെ. ആണോ? എന്നാ ഇത് ചേട്ടൻ തന്നെ അങ്ങ് വെച്ചോ. ഞാൻ അങ്ങനൊന്നും തല ഇറങ്ങി വീഴത്തില്ല ചേട്ടാ. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. നല്ല ജീവിതശൈലിയും നല്ല നിലപാടും വിഷമില്ലാത്ത പച്ചക്കറിയും കൊള്ളാല്ലേ സാറേ? സാറിന് ഇതേപോലെ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്തുകൂടായിരുന്നു? പണ്ട് ഞാൻ ഇതുപോലെ ടെറസിന്റെ മണ്ടേ ചെടി വളർത്തിയതാ. പിന്നെ നാട്ടുകാർ വന്നു, പോലീസ് വന്നു, പ്രസിഡന്റ് വന്നു. എന്റെ പൊന്നനിയ ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഓഹോ രമേശ് ചേട്ടാ കേട്ടാ, പണ്ട് പുള്ളിയും നല്ലവനായ ഉണ്ണിയായിരുന്നെന്ന്. ഏത് സാറേ നമ്മുടെ സ്ഥലത്തിന്റെ കാര്യം? സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ഒരു വീടങ്ങ് മേടിക്കാം. പക്ഷെ വീട്ടു ജോലിക്ക് ആളെ കിട്ടുമോ? എന്നാ പിടിച്ചോ, സുധാകരന്റെ ഉജാല. സുധാകരന്റെ ഉജാലയെ? അതല്ല, ഉദാഹരണ സുജാത. സുജാതെ, ഈ സാറോടെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമസ്കാരം സാറേ, ഞാൻ സുജാത. 1-2 വീടുകളിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. സാറ് പറഞ്ഞാ മതി, സാറിന്റെ വീട്ടിൽ ഞാൻ വേലയ്ക്ക് വരാം. സാറേ, എവളോടെ നീ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നതിനെന്നറിയാമോ? എവളുടെ മോൾ ഐസുകാരിയാക്കാനാണ്. ഐസുകാരിയോ? അയ്യോ, ഐസുകാരിയല്ല സാറേ, IAS കാരി. പിന്നെ സാറേ, മോളുടെ ഞാനും സ്കൂളിൽ പഠിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടാ. പക്ഷെ ഇപ്പൊ സ്കൂളിലോട്ട് പോകാൻ പേടിയാ സാറേ. അതെന്ത് പറ്റി? ഈ 2K കിഡ്സിന്റെ കൂടെ അല്ലേ സാറേ ഞാൻ പഠിക്കാതിരിക്കേണ്ടത്? യവന്മാരൊക്കെ എന്ത് ചെയ്യുമെന്നോ എന്ത് പ്രവർത്തിക്കുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല സാറേ. ചൂരൽ വടി എന്ന് സാറുമാരുടെ കയ്യിൽ നിന്ന് പോയോ അന്ന് തുടങ്ങി സാറേ ഈ കഷ്ടകാലം. അതിന് സുജാത പേടിക്കണ്ട. നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളോട് അടിപിടി കൂടരുതെന്നും അച്ചടക്കം പാലിക്കണമെന്നും. അല്ല, ഈ മന്ത്രിയല്ലേ പണ്ട് നിയമസഭയില്? അയ്യോ ഓർമ്മിപ്പിക്കല്ല പൊന്നേ. പിന്നെ സാറേ, ഗ്യാസ് അടുപ്പിനെക്കാട്ടി നല്ലത് വിറക. അപ്പൊ വിറക് എവിടെന്നെങ്കിലും ഒപ്പിച്ചു തന്നാ നല്ല ആഹാരം വെച്ചുണ്ടാക്കി തരാം. പോട്ടാ സാറേ, പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കാനുണ്ട്. ഓഹോ, അപ്പൊ നല്ല ആഹാരം കഴിക്കണമെങ്കിൽ വിറകടുപ്പി വേവിക്കണം. അതിന് ഈ വിറകൊക്കെ ഇവിടെ കിട്ടൂടെ? സാറിന് എത്ര വിറക് വേണം? ഇവിടെയും വിറക് കൊണ്ടുവരുന്ന ഒരാളുണ്ട്. ബാനു, സാറിവിടെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നതാ കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലത്തിനും സാറിനൊരു നോട്ടം ഉണ്ട്. പിന്നെ ചേട്ടൻ ബോംബെയിലല്ലേ, ഈ അടുത്തെങ്ങാനും വരുമോ? തള്ള ചത്തൂന്ന് അറിയിച്ചപ്പോ വന്നിട്ടില്ല. പിന്നെയാ ഇത്തിരി മണ്ണ് പോവെന്ന് അറിയുമ്പോ. ഏട്ടന് കടക്കാരെ പേടിയാ, പ്രാരാബ്ദങ്ങളെ പേടിയാ. സുഖമായി ബോംബെയിൽ പോയി ജീവിക്കട്ടെ, ഒന്നും അറിയണ്ടല്ലോ. ബാക്കിയുള്ളവര് തീച്ചുള്ളിൽ കത്തി ഉണ്ടാക്കി ചോര നീരാക്കിട്ടാ ജീവിക്കുന്നേ. ഓഹോ, അപ്പൊ കത്തി ഉണ്ടാക്കുമല്ലേ? ഞാൻ പണ്ട് ബോംബെയിലായിരുന്നു, അങ്ങ് ധാരാവിയിൽ. ആ ധാരാവിയെ കത്തി കൊണ്ട് വിറപ്പിച്ചവനാ ഞാൻ. ആണോ? ആ കത്തി ഇപ്പോഴും ഉണ്ടോ? ഇല്ല, കളഞ്ഞുപോയി. ബാനു കൊച്ചെ, അതുപോലത്തെ ഒരു കത്തി ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഇതിനേക്കാ വലിയ കത്തി ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ആര് സാറേ കത്തി വയ്ക്കാതെ? ബാനുദേ, പിന്നെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടും പാടി മുത്തശ്ശി മല കയറി പോയിട്ടുണ്ട്. ഓ, എത്ര പറഞ്ഞാലും അടങ്ങിയിരിക്കാത്തൊരു മുത്തശ്ശി. പൊട്ട് വളை കമ്മൽ മാല. ആരുടെ ഈ പൊട്ടിയ വള വെക്കണത്? പൊട്ടിയ വളയല്ല, പൊട്ട് വള കമ്മൽ മാല. അത് നമ്മുടെ മൂസാക്കുട്ടി വള്ളത്തിൽ ഒന്ന് വിൽക്കുന്നതാ. ആഹാ, അത് കൊള്ളാലോ. സാറിപ്പം നോക്കിക്കോ, മൂസാക്കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളിവിടെ ഓടി വരും. മധുര കഴിക്കാൻ തോറ്റിയ ഒരു കെട്ട്. അതല്ലേ ഞാൻ പാട്ടിൽ വന്നപ്പോ പറഞ്ഞത്. എന്തോന്ന്? ഓ, മുള്ളാലെ വിരൽ മുറിഞ്ഞെന്ന്. അപ്പൊ ബാക്കിയോ? മധുരവും കിട്ടി, നൊമ്പരവും കിട്ടി. ഭദ്രയാള് കൊള്ളാലോ, പാട്ടും ഡാൻസ് ഒക്കെ അറിയാല്ലേ? പാട്ടും ഡാൻസും മാത്രമല്ല, ആള് കലിപ്പ. തനി ഭദ്ര. ഇപ്പൊ നോക്കിക്കോ ഭദ്രേ, ഇത് സ്ഥലം മേടിക്കാൻ വന്ന മുതലാളിയാ. അവളുടെ പാദസരം കിലുങ്ങുമ്പോ എന്റെ നെഞ്ചിൽ ആറാട്ടാ. അവള് മുടിയഴിച്ചിടുമ്പോ എന്റെ ശരീരം ആകെ അങ്ങ് തരിക്കും. ആ വട്ടപ്പൊട്ടി എന്നെ മാടി വിളിക്കുവാൻ തോന്നുക. എന്നെ ആ ചന്തമാവക്ക് ഇവിടത്തെ ചേറ് കുഴിച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തത് അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ.
എടോ ഈ ഭദ്ര കലിപ്പാണല്ലോ, എനിക്ക് പേടിയായിട്ട് വയ്യ. പേടിക്കണ്ട, ഇപ്പൊ ശരിയാക്കാം. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും പാടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. ഓ, ഞാൻ പേടിച്ചു പോയി. ഒരു പൊട്ട് വെച്ചപ്പോ എന്തൊരു പെർഫോമൻസ് അല്ലേ. അതാണ് ഞങ്ങളുടെ കണ്ണെഴുതി പൊട്ടുന്നൊട്ട്. നാഷണൽ ലെവൽ പെർഫോമൻസ് ആണ് സാറേ. സാറേ, നമ്മുടെ സ്ഥലത്തിന്റെ കേസൊന്നും പറഞ്ഞില്ല. എടോ സ്ഥലം ഞാൻ മേടിക്കാം. പിന്നെ രാവിലെ എഴുന്നേറ്റ എനിക്ക് പത്രം വായിക്കുന്ന ഒരു ശീലമുണ്ട്. ഇവിടെ പത്രമൊക്കെ കിട്ടുമോ? എന്നാ ശേഖരന്റെ പത്രമുണ്ട്. ശേഖരന്റെ അല്ലല്ലോ പത്രം, ജോഷി സാറിന്റെ അല്ലേ പത്രം? ജോഷി സാറിന്റെ ആണ്, പക്ഷെ ഇവിടെ പത്രം തന്നത് ശേഖരന്റെ മോളാ. ഓ, പഴയ ശേഖരൻ. കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. അവന്റെ മോളിങ്ങോട്ട് വരട്ടെ. ഈ വിശ്വനാഥനെ തകർക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ പണ്ട് ഒത്തിരി അച്ചുകൾ നികത്തിയിട്ടുള്ളതാ. എന്നിട്ടോ പരാജയപ്പെട്ടു പോയി നിന്റെ അച്ഛൻ. ശേഖരനില്ലാത്ത പത്രത്തിന് അതിന് കഴിയുമോ ഇനി? അതും ഒരു നരുന്ത് പെണ്ണ് വിചാരിച്ചാൽ? ആർ യു സോ ഫൂളിഷ്? ആർ യു സോ ഇഡിയോട്ടിക്? എടാ വിശ്വനാഥൻ, ശേഖരന്റെ പിന്മുറ അവകാശപ്പെട്ട ഒരു ആൺകുട്ടി ഇല്ലാതെ പോയെന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുധം ജയിച്ചുള്ള ധാഷ്ട്യൊന്നും വേണ്ടത് എനിക്ക്. ഇതാ കണ്ടില്ലേ, ആണത്തും തന്റെയും നട്ടലുമുള്ള ഒരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കുറ്റമുള്ള ഒരു മകളെയും ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ടാണ് ശേഖരൻ പോയിരിക്കുന്നത്. അത് മറക്കണ്ടതാൻ, മറക്കരുത്. So please shut up and get out. എന്റെ പൊന്നോ, എന്തൊരു ഇംഗ്ലീഷ്! ഞാനൊന്ന് വിറപ്പിക്കാൻ നോക്കിയതാ. എന്നിട്ട് സാറിനാണല്ലോ പറപ്പിച്ചത്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഇതെവിടെ നിന്നാണോ ഈ പാട്ട്? ഇതാ സമ്മറിൻ മതിലയമ്മില് പിള്ളേരിൽ ആരോ ഒരാൾ പാടുന്ന പാട്ടാ. എന്തായാലും നല്ല പാട്ടാ. അവരുടെ ഒരു മെയിൻ ആളുണ്ട്, ആമി. സാറിന് ചൂളടിക്കാൻ അറിയാമോ? ഇല്ല. എന്നാ ചൂളം അടിച്ചോണ്ട് ആമി ഇതാ വരുന്നുണ്ട്. ആമി എവിടെ പോയതാ? പോസ്റ്റ് ഓഫീസിൽ പോയി കുറച്ച് കത്തയച്ചു, പിന്നെ അല്ലറ ചില്ലറ പർച്ചേസിങ്. അല്ല, ഇതാരാ? ഇതാണ് വിശ്വനാഥൻ സാറ്. ഇവിടെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നതാ. നടക്കില്ല, ഇതെന്റെ നിരഞ്ജന്റെ മണ്ണാണ്. ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിരഞ്ജനോ? അതാരി? എനിക്കറിയില്ല നിരഞ്ജന് ശരിക്കും. എന്റെ ആരാ നിരഞ്ജൻ എന്ന് ചോദിച്ചാ അതും എനിക്കറിയില്ല. എന്റെ ഭർത്താവല്ല, എന്റെ ബോയ് ഫ്രണ്ട് അല്ല. നിരഞ്ജൻ ഇപ്പോ ജയിലില്ല. നിരഞ്ജൻ ആരാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, പക്ഷെ ജയിലിലാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഭാഗ്യം. പക്ഷെ ഒന്നറിയാം, നിരഞ്ജനെയാണ് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. ഈ കാര്യം വീട്ടിലിരിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അറിയാമോ? ഇല്ലെങ്കിൽ അറിയിക്കട്ടെ. അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞപ്പോ ഉടനെ സീരിയസ് ആക്കിയ. അപ്പൊ ആമി കരഞ്ഞതോ? ആര് കരഞ്ഞു? ഞാൻ കരഞ്ഞൊന്നുമില്ല. ഇതേത് ഈ പൂച്ച? ആരാ കൊണ്ടുവന്നേ? അതാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾക്കറിയേണ്ട ഒരു ഉത്തരം. ആരാണ് ഈ പൂച്ചയെ കൊടുത്ത് വിട്ടതെന്ന്? ആമി അതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. അതിന്റെ ഉത്തരം പിന്നെ പറഞ്ഞാ പോരെ? വേണ്ട, ഞങ്ങൾക്ക് ഇതൊന്ന് അറിഞ്ഞേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിച്ചോ. നമ്മുടെ ഈ ഇരിക്കണ കുഞ്ചാക്കോ ബോബൻ ഇപ്പോഴും ചോക്ലേറ്റ് ഹീറോ അല്ലേ? അതെ. ആ രഹസ്യത്തിന്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഈ ഇരിക്കുന്ന രമേശ് പിഷാരടി എന്തോരം കഥകളാ പറയുന്നത്. ഈ കഥകളൊക്കെ എവിടുന്നാ കിട്ടുന്നതെന്ന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുന്നതാണ് അതിന്റെ ഒരു ത്രില്ല് അല്ലേ മഞ്ജു ചേച്ചി? ഓ, ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ,
സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ ശിവശംഭോ ശിവശംഭോ